ഹായ് ഹലോ. അപ്പോൾ എസ്ലോൻ്റെ ആദ്യത്തെ ട്രെയിനാണ്. പട്ടാമ്പി ടു കോയമ്പത്തൂർക്കാണ് നമ്മൾ പോണത്. പിന്നെ ഇവിടെ നല്ല കാറ്റുള്ള കാരണം വോയിസ് ഓവർ എടുക്കണ സമയത്ത് നല്ല സൗണ്ട് ഉണ്ട് കാറ്റിൻ്റെ. നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 9 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചായ ഒന്നും കുടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ ചായക്ക് കുടിക്കാൻ വേണ്ടി കയറി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മസാല ദോശയും കോഫിയാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. ഫുഡ് വരുന്ന മുന്നേ തന്നെ എസ്ലോൻ്റെ ഇങ്ങനെയൊക്കെ അത് പറഞ്ഞിട്ടും കളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് അതിന് ഫുഡ് വന്ന് ഞാൻ മസാല ദോശ കഴിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ നടുക്കുന്ന എടുത്തിട്ടൊക്കെ കഴിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ ചട്നിയും ചമ്മന്തിയൊക്കെ മുക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങണ സമയത്ത് ഏകദേശം ഒരു 12 മണി 12:30ക്കാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ പട്ടാമ്പിന്നാണ് കേട്ടോ ഞങ്ങൾ പോകണത് കോയമ്പത്തൂർക്ക്. പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വെള്ളം വാങ്ങിക്കാൻ പോകണം. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്. ഉപ്പാനിട്ട് ഞാൻ വെള്ളം വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ വെള്ളം വാങ്ങിച്ച് പക്ഷേ ഈ വെള്ളം കുടിച്ചതിന് ശേഷം എന്താണെന്നറിയില്ല, ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒക്കെ ഒരു ചോയ. കാരണം ഞങ്ങൾ വല്ലാണ്ട് കുടിച്ചില്ല, അത് അവിടെ തന്നെ വെച്ച്. ഉപ്പ ഞങ്ങളെ ട്രെയിൻ കയറ്റി തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം വണ്ടിൻ്റെ എന്തൊക്കെ ചെയ്യാണ്ടെന്ന് കേട്ടോ. അപ്പോൾ എസ്ലുവിൻ്റെ ആദ്യത്തെ ട്രെയിനാണ്. എസ്ലു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആളാദ്യത്തില് കയറണത്. അപ്പോൾ ആകെ സ്തംഭിച്ച ഒരു അവസ്ഥയിൽ അവൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കുക, ഒരു വികാരമില്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കളിച്ച് പിന്നെ ആൾ കിടന്ന് ഉറങ്ങി. പിന്നെ ട്രെയിന് ഞങ്ങൾ സ്ഥലം എത്തണം മുന്നേ, കോയമ്പത്തൂർ എത്തണം മുന്നേ അവൻ എണീച്ച് കുറച്ചിങ്ങനെ മുച്ചറാക്കിയിട്ടുണ്ടായിരുന്നു. കരച്ചിലല്ല, എന്നാലും അവനിക്ക് എന്തൊക്കെയുണ്ട് ബുദ്ധിമുട്ട് പോലെ തോന്നി. അപ്പോൾ ഞങ്ങൾ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നടന്നു. പിന്നെ പോത്തന്നൂരാണ് ഞങ്ങൾ ഇറങ്ങണത്. അപ്പോൾ ഉമ്മ പറഞ്ഞു പോത്തന്നൂർ കുറച്ച് നേരം ട്രെയിൻ നിർത്തുള്ളൂ, അപ്പം തന്നെ എടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പം ഞങ്ങൾ 2 സ്റ്റോപ്പ് മുന്നേ തന്നെ ഞാനും ആശറയും ഉണ്ണയൊക്കെ ഇങ്ങനെ എണീച്ച് നിന്ന് എന്താണെന്ന് അറിയാം, അവിടെ പെട്ടെന്ന് നിർത്തിയിട്ട് പെട്ടെന്ന് പോകും. പക്ഷേ ആ ട്രെയിന് ഞങ്ങൾ ഇറങ്ങിയിട്ടും കുറേ നേരം അവിടെ നിർത്തിയിട്ട്, അതാണ് വല്ലാത്തൊരു ട്രാജഡി. അത്ര നേരം ഞങ്ങൾ അവിടെ നിന്ന്. കല്യാണമൊക്കെ കൂടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ കോയമ്പത്തൂർ ഒരു വാട്ടർഫോൾസ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോയി ഞങ്ങൾ. അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാനും. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ പ്രത്യേകിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടുന്ന് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ പോയതിന് ശേഷം പിന്നെ കോയമ്പത്തൂർ മാമാൻ്റെ വീടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്താണെന്ന് ശരിക്കും അറിയില്ല. കുറച്ചായി വ്ളോഗ് എടുത്തിട്ട്, ഇപ്പോഴാണ് വോയിസ് ഓവർ എടുക്കണത്. ഇപ്പോഴാണ് വ്ളോഗ് ഇടുന്നത്. 2 ആഴ്ചയായി പോയതിന് ശേഷമാണ് ഇപ്പോൾ ഇടണത് വ്ളോഗ്. ഈ കുരങ്ങൻ ഭയങ്കര കോമഡി. ആരോ ജാമിൻ്റെ ഡപ്പൊക്കെ എടുത്ത് കൊടുന്നിട്ട് ആളിങ്ങനെ മൂടി തുറക്കാൻ നോക്കുകയാണ്. ആൾക്ക് പറ്റണില്ല. അപ്പം ഞങ്ങളിങ്ങനെ നോക്കി വീഡിയോസൊക്കെ എടുക്കണുണ്ട്. അപ്പോൾ അത് വേഗം മോളിലേക്ക് കയറുക. മോളിൽ കുറേ കുരങ്ങന്മാരുണ്ട്. അപ്പോൾ അതും പിടിച്ചിട്ട് ആൾ കയറണം. നല്ല രസം തന്നെ കാണാനും. പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു, കുഞ്ഞി കുരങ്ങന്മാർ. നല്ല രസമുണ്ടായിരുന്നു കാണാനും. ഇതിൻ്റെ ഉമ്മാൻ്റെ ഇക്കയാണ്, രണ്ടാമത്തെ ഇക്കയാണ്. ആളടിപൊളിയാണ്. ആൾ മറ്റേ ക്യാൻഡി ക്രഷൊക്കെയാണ് കളിക്കണത്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ, ഞങ്ങൾ തന്നെ ഞാൻ എൻ്റെ ഉണ്ണയൊക്കെ ചെറുപ്പത്തിലാണ്ട് കളിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയാണ് കളിച്ചിട്ടില്ല. കുറച്ച് നേരം കളിച്ചിട്ടും പിന്നെ അവിടെ വെക്കും. അല്ലാണ്ട് ഇത്ര ലെവലൊന്നും ആക്കിയിട്ടൊന്നുമില്ല. മാമ ഭയങ്കര ലെവലൊക്കെ ആക്കിച്ചിട്ടൊക്കെയാണ് കളിക്കുന്നത്. എന്നിട്ട് എന്നോട് പറയാം ഓഗിൻ്റെ പോലെ ഉണ്ട് കാണാൻ. പിന്നെ ഞാൻ നോക്കട്ടെ, ശരിക്കും ഓഗിൻ്റെ പോലെ ഉണ്ട്. എന്നിട്ട് എല്ലാവരും കാണിച്ചൊക്കെ കൊടുത്ത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫാമിലി. കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളങ്ങോട്ട് പോകുമ്പോൾ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കല്യാണ ആൽബം കാര്യങ്ങളൊക്കെ നോക്കി. ഞങ്ങൾക്ക് എപ്പോൾ പോയാലും അവിടെ നിന്ന് കല്യാണ ആൽബം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണും. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതാണ്. എപ്പോൾ പോയാലും എന്തെങ്കിലുമൊക്കെ ആൽബമൊക്കെ എടുത്ത് നോക്കും. ഞങ്ങൾക്ക് അത് ഒരു രസമാണ് ഇങ്ങനെ എല്ലാവരും കൂട്ടി ആൽബമൊക്കെ ഇരുന്ന് കാണാൻ. ഇത്രയുള്ള വ്ളോഗ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.